ചില ആളുകൾ പറയാറുണ്ട്, മക്കൾ പഠിച്ചിട്ട് അവർ യുവത്വത്തിലേക്ക് എത്തിയിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്നേഹിക്കുകയോ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യട്ടെ, അവർ സ്വാതന്ത്ര്യത്തിന് വിടാൻ വേണ്ടി പറയും. ചില ആളുകൾ പറയും, ചെറുപ്പം മുതൽ നമ്മൾ ദൈവത്തെ അവർക്ക് കൊടുക്കണം. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, എന്നാൽ എപ്പോഴാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കേണ്ടത്? ഉത്തരം ഇതാണ്. ഗലാത്യയിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പൗലോസ് ലീഗ തൻ്റെ ലേഖനത്തിൽ ഒരു ഈറ്റുനോവിനെ കുറിച്ച് പറയുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളർത്തുന്ന മാതാപിതാക്കന്മാരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആളുകളായിരിക്കാം. കഴിഞ്ഞ ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു 32 വയസ്സുള്ള ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവനെ കണ്ടു, സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് കുറവുകളും തിന്മകളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു നല്ല പ്രായത്തിൽ എനിക്ക് ഈശോയെ കിട്ടിയിരുന്നെങ്കിൽ, അവൻ്റെ വചനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുകയില്ലായിരുന്നു. എൻ്റെ നല്ലൊരു പ്രായത്തിൽ എനിക്ക് ഈശോയെ കിട്ടിയിരുന്നെങ്കിൽ, അവൻ്റെ വചനങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്ന വിഷയമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈവത്തെ കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക്, പൊന്നോമനകൾക്ക് എപ്പോഴാണ് നാം ദൈവത്തെ കൊടുക്കേണ്ടത്? അവരെ യുവത്വത്തിലാണോ, അവരെ കൗമാരത്തിലാണോ, അവരെ ബാല്യത്തിലാണോ? അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം, എപ്പോഴാണ് നമ്മൾ ദൈവത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പല ആളുകളും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, മക്കൾ പഠിച്ചിട്ട് അവർ യുവത്വത്തിലേക്ക് എത്തിയിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്നേഹിക്കുകയോ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യട്ടെ, അവർ സ്വാതന്ത്ര്യത്തിന് വിടാൻ വേണ്ടി പറയും. ചില ആളുകൾ പറയും, ചെറുപ്പം മുതൽ നമ്മൾ ദൈവത്തെ അവർക്ക് കൊടുക്കണം, ചെറുപ്പം മുതൽ അവർക്ക് നമ്മൾ ബൈബിൾ വായിച്ചു കൊടുക്കണം. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, എന്നാൽ എപ്പോഴാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കേണ്ടത്? ഉത്തരം ഇതാണ്. അവർ എപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നുവെന്ന് നമ്മൾ അറിയുന്നോ ആ നിമിഷം മുതൽ നമ്മൾ അവർക്ക് ദൈവത്തെ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ എപ്പോൾ അവരുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നുവെന്ന് നമ്മൾ അറിയുന്നോ അപ്പോൾ മുതൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈവത്തെ കൊടുക്കണം. ഞാൻ അറിയുന്ന നല്ലൊരു കുടുംബമുണ്ട്. ഇപ്പം മക്കളൊക്കെ പഠിച്ച് നല്ല ജോലിയും നല്ല വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഞാൻ ചെന്നു. മക്കളെ കണ്ട് സംസാരിച്ചു. അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ, അവരില്ലാത്ത സമയത്ത് ഞാൻ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത്രയധികം വിശ്വാസവും സ്നേഹമൊക്കെ കൊടുത്തത്? അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും, എന്നും എൻ്റെ അടുത്തിരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെയും കരങ്ങൾ എൻ്റെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, എപ്പോൾ ഒരു ജീവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ സമയം മുതൽ നമ്മൾ അവർക്ക് ദൈവത്തെ കൊടുത്തു നോക്കിക്കേ, അവർ വിശുദ്ധിയുള്ള, ദൈവസ്നേഹമുള്ള നല്ല മനുഷ്യരാകാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവൻ്റെ ആരംഭം മുതൽ നമുക്ക് അവരെ ദൈവത്തെ കൊടുക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ മക്കൾ ജനിച്ചു കഴിഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവരെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കണം.
അവർ വായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പുസ്തകങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ അവർക്ക് ബൈബിളും വായിക്കാൻ വേണ്ടി കൊടുക്കണം. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് അല്ലാതെയും നിങ്ങൾ അവരെ ബൈബിൾ വായിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. വിശുദ്ധയായ അവൾ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനെ നോക്കിയിട്ടാണ്. ഒരു വിശുദ്ധൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കണ്ടത് എൻ്റെ അപ്പനെ നോക്കിയിട്ടാണെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞു. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നാളുകളിൽ നിങ്ങളെ നോക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം, അവർ പ്രാർത്ഥിക്കാൻ പഠിച്ചത്, അവർ വിശുദ്ധി കണ്ടെത്തിയത് നിങ്ങളെ നോക്കിയിട്ടാണെന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥനയുള്ള മനുഷ്യരാകാൻ വേണ്ടി പരിശ്രമിച്ചു നോക്കുക. വീണ്ടും കൊച്ചു ത്രേസ്യ പറഞ്ഞു വയ്ക്കുകയാണ്, ഞാൻ ആദ്യമായി എഴുതിയ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചപ്പോൾ ആദ്യമായി എഴുതിയ വാക്ക് സ്വർഗം എന്നാണ്. സ്വർഗം. നമ്മുടെ മക്കളെ ദൈവോന്മുഖരാക്കി വളർത്തുക. ദൈവത്തെയും അവൻ്റെ വചനത്തെയും നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അവർക്കെല്ലാം കൊടുക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല സ്കൂളുകൾ കൊടുക്കും, നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം എല്ലാം നമ്മൾ കൊടുക്കും. അതെല്ലാം നന്മയുള്ളൊരു കാര്യം. പക്ഷെ ഒരു കാര്യം നമ്മൾ മാത്രം മറന്നു പോകുന്നുണ്ട്, ദൈവത്തെയും അവൻ്റെ സുവിശേഷത്തെയും. ചെറുപ്പം മുതൽ നിങ്ങളുടെ മക്കൾക്ക് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മകളോ മരുമകളോ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചെറുപ്പം മുതൽ അവരെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുക. ഒരു സന്ധ്യയിലൊക്കെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ അത് ഉദരത്തിലുള്ള ശിശുവിനെ സ്വാധീനിക്കുവാൻ വേണ്ടി തുടങ്ങും. പല ഡോക്ടർമാരും നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഗർഭിണിയായ അമ്മമാർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ സ്വാധീനിക്കാൻ തുടങ്ങും. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ സ്വാധീനിക്കാൻ തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ ബൈബിൾ വായനയും പതുക്കെ പതുക്കെ നിങ്ങളുടെ കുഞ്ഞിനെ സ്വാധീനിക്കുവാൻ തുടങ്ങും. അവൻ ചെറുപ്പം മുതൽ വിശുദ്ധിയിലും സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും വളരാൻ തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടി തുടങ്ങണം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ വിചാരിക്കും, ഞങ്ങൾക്ക് പറ്റിയില്ലോ. എപ്പോഴാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? ഇപ്പോൾ മുതൽ, ഇന്നു മുതൽ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നമ്മൾ പഴയ നിയമത്തിൽ മുഴുവൻ കണ്ടുമുട്ടുന്ന ഒരു കാര്യമുണ്ടാകുന്ന പൂർവ്വപിതാക്കന്മാരെല്ലാം അബ്രഹാം, ഇസ്ഹാക്കും, യാക്കോബും, ജോബും എല്ലാവരും എന്ത് ചെയ്യും? അവരുടെ മക്കൾക്ക് അവർക്കുണ്ടാകുന്ന വിശ്വാസം അവർ പകർന്നു കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കും. പലപ്പോഴും നമ്മൾ ഇതെന്ത് ചെയ്യും? മതബോധന ക്ലാസ്സിൽ പഠിപ്പിക്കട്ടെ, പള്ളിയിലുള്ള മതാധ്യാപകരെ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അവന് വളർന്നു വരുമ്പോൾ അവന് പഠിക്കട്ടെ എന്ന് മാറ്റിവെക്കും. അങ്ങനെയല്ല, ചെറുപ്പം മുതൽ നമ്മൾ ദൈവത്തെയും അവൻ്റെ സുവിശേഷത്തെയും നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മുടെ വചനങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കണം. ഗസ്റ്റായിട്ട് ഒരാളുകൾ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്, മറിച്ച് എന്ത് ചെയ്യും? അവൻ്റെ ഉള്ളിൽ ഈ ദൈവവിശ്വാസം അവനുണ്ടോ നോക്കിക്കേ. അവൻ ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കൂടെ കടന്നു പോയാലും അവൻ തകർന്നു പോവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവത്തെ കൊടുത്ത് നമ്മൾ വളർത്തണം. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്ന ഈ ഈറ്റുനോവ് നമ്മൾ അനുഭവിക്കണം. എൻ്റെ മകനിൽ, എൻ്റെ മകളിൽ ക്രിസ്തു രൂപപ്പെടുവാൻ വേണ്ടി നമ്മൾ ഒരു ഈറ്റുനോവ് അനുഭവിക്കണം. ചെറുപ്പം മുതൽ അവർക്ക് ദൈവത്തെ നമ്മൾ കൊടുക്കുക. അവർ അക്ഷരങ്ങൾ കൊടുക്കുന്നതോടൊപ്പം, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നതോടൊപ്പം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം, അവർക്ക് എല്ലാവിധ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നമ്മൾ ദൈവത്തെ കൊടുക്കണം. വചനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ രുചിച്ചറിയുവിൻ. നിങ്ങളുടെ മക്കൾ ചെറുപ്പം മുതൽ ദൈവത്തെ രുചിച്ചറിയട്ടെ. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ഈ അനുഭവത്തെ നമ്മൾ ചെറുപ്പം മുതൽ കൊടുക്കണം. ചില ഡോക്ടർമാരൊക്കെ പറയാറുണ്ട്, ചെറുപ്പം മുതൽ മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു, എല്ലാ ഭക്ഷണവും എല്ലാ രുചികളും അവർ ചെറുപ്പം മുതൽ അറിയട്ടെ എന്ന് പറയും. ഇന്നുള്ള പല കുട്ടികളും എന്ത് ചെയ്യും? ഫാസ്റ്റ് ഫുഡിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ
ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാർ സാധാരണ പറയും, ചെറുപ്പം മുതലേ അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ കൊടുത്തു പഠിക്കണം. സ്നേഹം നിറഞ്ഞവരെ, ചെറുപ്പം മുതൽ നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല ഭക്ഷണങ്ങളിലൊന്നാണ് ദൈവം എന്ന് പറയുന്നത്. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. നിങ്ങളുടെ മക്കൾ ചെറുപ്പം മുതൽ ദൈവത്തെ രുചിച്ചറിയട്ടെ. നിങ്ങൾ രുചിച്ചറിഞ്ഞ ദൈവത്തെ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു നോക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മക്കളെ വിശുദ്ധിയിലും ദൈവത്തിൽ സ്നേഹത്തിലും വളർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു നോക്കുക. നിങ്ങൾ അനുഭവിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ പതുക്കെ പതുക്കെ നിങ്ങൾ കുട്ടികൾ കൊടുക്കുക. ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ ഈ ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അങ്ങനെ ചെറുപ്പം മുതൽ നമ്മൾ ദൈവത്തെ കൊടുത്തു നോക്കിയ മക്കൾ അവർ വിശുദ്ധിയുള്ള മക്കളാകാൻ വേണ്ടി തുടങ്ങും. അവർ സ്നേഹമുള്ള മക്കളാകാൻ തുടങ്ങും. അവർ സമൂഹത്തിന് നന്മയുള്ള മക്കളാകാൻ വേണ്ടിയും അവർ ഒരിക്കലും പിന്നോട്ട് പോകാത്ത രീതിയിൽ മുന്നേറുന്ന മക്കളാകാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും നല്ല വിദ്യാഭ്യാസത്തിലും നല്ല സ്വഭാവത്തിലും അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തിലും വളരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ വിശുദ്ധിയിലും നന്മയിലും സ്നേഹത്തിലും പരസ്പരം ഐക്യത്തിലും നമ്മുടെ കുടുംബത്തെ ദൈവം സംരക്ഷിക്കട്ടെ. എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ ദൈവം രക്ഷിക്കട്ടെ. നിങ്ങളുടെ മക്കൾ വിശുദ്ധരായിട്ടുള്ള മക്കളായി വരുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.